ശക്തമായ മഴയിലും മിന്നൽ ചുഴലിയിലും ജില്ലയിൽ വ്യാപകമായ നാശനഷ്ടം. മഴ കനക്കുമ്പോൾ ഉരുൾപൊട്ടൽ ഭീതിയിൽ മലയോര മേഖല. നിപ ഭീതിയിൽ പ്രതിസന്ധി നേരിട്ട പഴം വിപണി. വിൽപ്പന കുത്തനെ ഇടിഞ്ഞു. പഴങ്ങളും പച്ചക്കറികളും കഴുകി ഉപയോഗിക്കണമെന്ന് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. തൃശൂർ MG റോഡ് വികസനം കടലാസിൽ ഒതുങ്ങുന്നു. റോഡ് വികസനം നടപ്പാക്കാതെ അധികാരികളുടെ ഒളിച്ചുകളി. തൃശൂരിൽ ആഭരണ നിർമ്മാണ തൊഴിലാളികൾ ആക്രമിച്ച് 40 ലക്ഷം രൂപയുടെ സ്വർണം കവർന്ന പ്രതികൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പ്രതികൾക്കായി സംസ്ഥാനത്ത് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു. കേരള സാഹിത്യ അക്കാദമിയുടെ 2023 പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. MR രാഘവ വാര്യർക്കും CL ജോസിനും അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം. നമസ്കാരം. വാർത്തകൾ വിശദമായി. ശക്തമായ മഴയിലും മിന്നൽ ചുഴലിയിലും ജില്ലയിൽ വ്യാപകമായ നാശനഷ്ടം. നിരവധി വീടുകൾ തകർന്നു. കുന്നംകുളം ചെറുവത്താനിയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ മരം മുറിക്കുന്നതിനിടെ ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് ഇതര സംസ്ഥാന തൊഴിലാളിക്ക് പരിക്കേറ്റു. ആസാം സ്വദേശി ദിൽജർ ഹുസൈനാണ് പരിക്കേറ്റത്. കാട്ടൂരിൽ മരം വീണ് വീട് ഭാഗികമായി തകർന്നു. വെള്ളിക്കുളങ്ങര ജംഗ്ഷനിലെ ഓട്ടോ സ്റ്റാൻഡിൽ മരം ഒടിഞ്ഞു വീണ് ഓട്ടോറിക്ഷകൾക്ക് കേടുപറ്റി. ചെങ്ങാലൂർ കുണ്ടുകടവിൽ മരം വീണ് ഓടിട്ട വീടിന്റെ മേൽക്കൂര തകർന്നു. കുണ്ടുകടവ് കരിമ്പയ്ക്കൽ ഉണ്ണികൃഷ്ണന്റെ വീടിന്റെ മുകളിലാണ് തേക്ക് മരം വീണത്. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ മരം കടപുഴകി വീണ് റോഡ് ഇടിഞ്ഞു താഴ്ന്ന് വിള്ളലുണ്ടായി. എരുമപ്പെട്ടി ദേശമംഗലം കൊണ്ടയൂരിൽ മരം വീണ് വീട് പൂർണ്ണമായും തകർന്നു. വീട്ടിലുണ്ടായിരുന്ന 2 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മഴ കനക്കുമ്പോൾ ഭീതിയിൽ മലയോര മേഖല. രാജ്യത്ത് ഉരുൾപൊട്ടൽ സാധ്യത ഏറിയ പ്രദേശങ്ങളിൽ തൃശൂർ ജില്ലയുമുണ്ട്. 2018 ഓഗസ്റ്റ് 16 കുറാഞ്ചേരിയിലെ ഉരുൾപൊട്ടലിൽ പൊലിഞ്ഞത് 19 ജീവനാണ്. 4 വീടുകളാണ് മണ്ണിനടിയിലായത്. തൃശൂർ വടക്കാഞ്ചേരി സംസ്ഥാന പാതയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇപ്പോഴും ഉരുൾപൊട്ടിയ മല കാണാം. ദുരന്തം സംഭവിച്ച് 6 വർഷം പിന്നിട്ടിരിക്കുന്നു. കുറാഞ്ചേരിക്ക് സമാനമായ രീതിയിൽ മലയിടിച്ചിൽ ഭീഷണി നേരിടുന്ന ഒട്ടേറെ മലനിരകൾ ജില്ലയിലുണ്ട്. രാജ്യത്തെ ഉരുൾപൊട്ടൽ സാധ്യത കൂടിയ 10 ഇടങ്ങളിൽ തൃശൂർ ജില്ലയുമുണ്ടെന്ന് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. സംസ്ഥാനത്ത് തൃശൂർ ഉൾപ്പെടെ 5 ജില്ലകളിൽ ഉരുൾപൊട്ടൽ സാധ്യത വർദ്ധിച്ചതായി കുഫോസിന്റെ പഠന റിപ്പോർട്ട് പുറത്തുവിട്ടത് കഴിഞ്ഞ വർഷമാണ്. ചെരിവുള്ള പ്രദേശങ്ങളിൽ റോഡ് നിർമ്മാണത്തിനായി മാറ്റങ്ങൾ വരുത്തുന്നതും ഭൂമി ഉപയോഗിക്കുന്നതിലെ അശാസ്ത്രീയ രീതികളും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. തൃശൂർ കുന്നംകുളം സംസ്ഥാന പാതയിൽ പുഴയ്ക്കലിൽ മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്നുണ്ട്. അശാസ്ത്രീയമായ മണ്ണെടുപ്പാണ് ഇവിടെ ഭീഷണി ഉയർത്തുന്നത്. നിരവധി വീടുകളും ഇതിനോട് ചേർന്നുണ്ട്. കോൺക്രീറ്റ് ബീം ഉപയോഗിച്ചാണ് ഇവിടെ താൽക്കാലിക സുരക്ഷയൊരുക്കിയിരിക്കുന്നത്. 10 ഡിഗ്രി മുതൽ 40 ഡിഗ്രി വരെ ചെരിവുള്ള പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിൽ സാധ്യത കൂടുതലാണ്. ചെരിവുള്ള മേഖലകളിൽ മഴക്കുഴികൾ ഉണ്ടാക്കുന്നതും മണ്ണിടിച്ചിലിലേക്ക് നയിക്കുന്നു. ജില്ലയുടെ ഒരു മേഖല മുഴുവൻ മലയോരമാണ്. കുറാഞ്ചേരി, ദേശമംഗലം, പള്ളം, വെള്ളിക്കുളങ്ങര, അതിരപ്പള്ളി എന്നിവിടങ്ങളിൽ നേരത്തെയുണ്ടായ ഉരുൾപൊട്ടൽ സൂചന മാത്രമാണ്. ഉരുൾപൊട്ടലിനെതിരെ ജില്ലയും അതീവ ജാഗ്രത പുലർത്തണമെന്ന മുന്നറിയിപ്പ് അവഗണിച്ചുകൂടാ. TCV തൃശൂർ. നിപ ഭീതിയിൽ പ്രതിസന്ധി നേരിട്ട് പഴം വിപണി. സംസ്ഥാനത്ത് നിപ സ്ഥിരീകരിച്ചതോടെയാണ് പഴവിപണി പ്രതിസന്ധിയിലായത്. വവ്വാലുകളാണ് വൈറസ് വാഹകരെന്നതാണ് പഴം വാങ്ങാൻ ആളുകൾ മടിക്കുന്നത്. പേരയ്ക്ക, പപ്പായ, റംബൂട്ടാൻ എന്നീ പഴങ്ങളും വിൽപ്പന കുത്തനെ ഇടിഞ്ഞു. പേരയ്ക്ക ഉൾപ്പെടെ വില കുറച്ച് കൊടുക്കുമ്പോഴും ആളുകൾ വാങ്ങാൻ തയ്യാറാകുന്നില്ലെന്ന് വിൽപ്പനക്കാർ പറയുന്നു. പഴങ്ങളും പച്ചക്കറികളുമെല്ലാം ഉപയോഗിക്കുമ്പോൾ മുൻകരുതൽ വേണമെന്ന് ആരോഗ്യവകുപ്പും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷിമൃഗാദികളുടെ കടിയേറ്റതും പൊട്ടിയതും പോറൽ ഉള്ളതുമായ പഴങ്ങളും പച്ചക്കറികളും ഉപയോഗിക്കരുത്. പച്ചയ്ക്ക് കഴിക്കുന്ന പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകി മാത്രം ഉപയോഗിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. തൃശൂർ MG റോഡ് വികസനം സാധ്യമാക്കാനാകാതെ അധികാരികളുടെ ഒളിച്ചുകളി തുടരുന്നു. ഗതാഗതക്കുരുക്കിൽ പൊറുതിമുട്ടിയ പൊതുജനം നിസ്സഹായാവസ്ഥയിൽ. തൃശൂർ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറെ ജനത്തിരക്കുമുള്ള MG റോഡിന്റെ വികസനം കാലങ്ങളായുള്ള ജനങ്ങളുടെ ആവശ്യവും മാറി മാറി വന്ന കോർപ്പറേഷൻ ഭരണാധികാരികളുടെ പ്രഖ്യാപനവുമാണ്. എന്നാൽ റോഡ് വികസനം യാഥാർത്ഥ്യമാക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. ഇതുമൂലം കാലങ്ങളായി ജനങ്ങൾ തീരാ ദുരിതം അനുഭവിക്കുകയാണ്. MG റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് വ്യാപാരികളുമായി നിരവധി തവണ കോർപ്പറേഷൻ അധികൃതർ ചർച്ച നടത്തുകയും ചിലർ സ്ഥലം വിട്ടു നൽകുകയും ചെയ്തിരുന്നു. വ്യാപാരികൾ റോഡ് വികസനത്തിന് അനുകൂലമായിരുന്നിട്ടും അത് പ്രയോജനപ്പെടുത്തി റോഡ് വികസനം സാധ്യമാക്കാൻ ബന്ധപ്പെട്ടവർക്ക് ഇനിയും ആയിട്ടില്ല.
സ്ഥലം വിട്ടു നൽകിയവരിൽ ചിലർ നഷ്ടപരിഹാരം ലഭിക്കാത്തതിനാൽ സ്ഥലം തിരിച്ചെടുക്കുകയും ചെയ്തു. ചില തൽപര കക്ഷികൾക്ക് വേണ്ടി റോഡിന്റെ ഒരു വശത്ത് നിന്ന് 1/2 മീറ്ററും മറുവശത്ത് നിന്ന് 7.5 മീറ്ററും സ്ഥലം ഏറ്റെടുത്ത് റോഡ് വികസിപ്പിക്കാൻ നടത്തിയ ശ്രമമാണ് MG റോഡിന്റെ വികസന സ്വപ്നങ്ങൾക്ക് വിലങ്ങുതടിയായി മാറിയത്. ഇതിനെതിരെ ചില സ്ഥല ഉടമകൾ ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിയിരിക്കുകയാണ്. ഇരുവശത്തു നിന്നും 4 മീറ്റർ വീതം തുല്യ അളവിൽ സ്ഥലം എടുക്കുകയാണെങ്കിൽ തങ്ങൾ കോടതിയിൽ നൽകിയ കേസ് പിൻവലിക്കാനും സൗജന്യമായി സ്ഥലം നൽകാൻ തയ്യാറാണെന്നുമാണ് സ്ഥല ഉടമകൾ പറയുന്നത്. നടപ്പാത പോലുമില്ലാത്ത MG റോഡിലൂടെയുള്ള കാൽനടയാത്ര തീർത്തും ദുസ്സഹമാണ്. MG റോഡിലെ റെയിൽവേ പാലത്തിന്റെ വീതി കൂട്ടലും കടലാസിൽ മാത്രമായി ഒതുങ്ങി. തൃശൂർ MG റോഡിന്റെ വികസനത്തിന് ജില്ലയിലുള്ള മന്ത്രിമാരും ജനപ്രതിനിധികളും അടിയന്തരമായി ഇടപെടണമെന്നും സുഗമമായ സഞ്ചാരം ഒരുക്കാനുള്ള അടിയന്തര നടപടികൾ ഉണ്ടാകണമെന്നുമാണ് പൊതുജനങ്ങളുടെ ദീർഘനാളായുള്ള ആവശ്യം. TCV തൃശൂർ. തൃശൂരിൽ ആഭരണ നിർമ്മാണ തൊഴിലാളികളെ ആക്രമിച്ച് 40 ലക്ഷം രൂപയുടെ സ്വർണം കവർന്ന പ്രതികൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പ്രതികൾ ഉടൻ അറസ്റ്റിലാകുമെന്നാണ് സൂചന. ആഭരണ നിർമ്മാണ തൊഴിലാളികളെ തൃശൂരിലേക്ക് വിളിച്ചുവരുത്തിയ ഏജന്റിനെ കുറിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. അക്രമി സംഘത്തിന് പിന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെന്നാണ് കരുതുന്നത്. ഇതേക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ തിരുവനന്തപുരം സ്വദേശി രഞ്ജിത്തിൽ നിന്നും വിശദമായ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. മറ്റു പ്രതികളെക്കുറിച്ചും പ്രതികൾ പോകാനുള്ള സാധ്യതകളെക്കുറിച്ചും പോലീസിന് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച തൃശൂർ KSRTC സ്റ്റാൻഡ് സമീപത്ത് ലോഡ്ജിൽ വെച്ചാണ് ആഭരണ നിർമ്മാണ തൊഴിലാളികളെ ആക്രമിച്ച് 4 സംഘം സ്വർണം കവർന്നത്. കേരള സാഹിത്യ അക്കാദമിയുടെ 2023 പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. അക്കാദമി പ്രസിഡന്റ് K. സച്ചിദാനന്ദനാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. അക്കാദമിയുടെ വിശിഷ്ടാംഗത്വത്തിന് MR രാഘവ വാര്യർ, CL ജോസ് എന്നിവർ അർഹരായി. 50,000 രൂപയും 2 പവന്റെ സ്വർണ്ണ പതക്കവും പ്രശസ്തി പത്രവും പൊന്നാടയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. 6 പേർക്ക് സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചു. KV കുമാരൻ, പ്രേമ ജയകുമാർ, PK ഗോപി, ബക്കളം ദാമോദരൻ, M രാഘവൻ, രാജൻ തിരുവോത്ത് എന്നിവരാണ് സമഗ്ര സംഭാവന പുരസ്കാരത്തിന് അർഹരായത്. 30,000 രൂപയും സാക്ഷ്യപത്രവും പൊന്നാടയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. മലയാള സാഹിത്യത്തിന് ഗണ്യമായ സംഭാവനകൾ അർപ്പിച്ച 70 വയസ്സ് പിന്നിട്ട എഴുത്തുകാരെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. 11 പേർക്ക് അക്കാദമി അവാർഡുകൾ ലഭിച്ചു. 25,000 രൂപയും സാക്ഷ്യപത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരങ്ങൾ. 7 പേർ എൻഡോമെന്റ് അവാർഡുകൾക്കും അർഹരായി. കേരള സാഹിത്യ അക്കാദമിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ, വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിലും മറ്റു ഭാരവാഹികളും പങ്കെടുത്തു. മുള്ളൂർക്കരയിൽ വീട് കുത്തി തുറന്ന് മോഷണം. മുള്ളൂർക്കര കണ്ണമ്പാറ വട്ടപ്പറമ്പിൽ മധുവിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. 5 പവൻ സ്വർണവും മൊബൈൽ ഫോണും പണവും നഷ്ടപ്പെട്ടതായി വീട്ടുകാർ പറഞ്ഞു. വീടിന്റെ ഓട് പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കയറിയത്. ചെറുതുരുത്തി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഗുരുവായൂർ കോട്ടപ്പടി ആൽക്കൽ ബ്രഹ്മരാക്ഷസൻ ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരങ്ങളും വഴിപാട് കൌണ്ടറും കുത്തിത്തുറന്ന് പണം കവർന്നു. ക്ഷേത്രത്തിന് പുറത്തുള്ള 2 ഭണ്ഡാരങ്ങളാണ് കുത്തിത്തുറന്നത്. ശ്രീകോവിലിന് മുന്നിലെ പ്രധാന ഭണ്ഡാരം കുത്തിത്തുറക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. വഴിപാട് കൌണ്ടറിന്റെ വാതിൽ തുറന്ന് അകത്ത് കടന്ന മോഷ്ടാക്കൾ മേശയിൽ സൂക്ഷിച്ചിരുന്ന 5,500 രൂപയുടെ ചില്ലറ കവർന്നു. CCTV ക്യാമറകളുടെ മെമ്മറി ഡിസ്ക് മോഷ്ടാക്കൾ കൊണ്ടുപോയി. വഴിപാട് കൌണ്ടറിൽ സൂക്ഷിച്ചിരുന്ന താക്കോലെടുത്ത് മുഖമണ്ഡപത്തിന്റെ ഇരുമ്പുവാതിലും മരത്തിന്റെ മറ്റൊരു വാതിലും തുറന്ന് അകത്ത് കയറിയിട്ടുണ്ട്. എന്നാൽ ശ്രീകോവിലിന്റെ പ്രധാന വാതിൽ തുറന്നിട്ടില്ല. വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഗുരുവായൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂരിൽ കോടതി വരാന്തയിൽ നിന്ന് രക്ഷപ്പെട്ട തടവുകാരനെ പിടികൂടാനായില്ല. ശ്രീലങ്കൻ സ്വദേശി അജിത് കിഷന്ത് പെരേരയാണ് കഴിഞ്ഞ ദിവസം പോലീസ് സംഘത്തിന്റെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെട്ടത്. തൃശൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് നമ്പർ 1 കോടതി പരിസരത്തു നിന്നും രക്ഷപ്പെട്ടത്. AR ക്യാമ്പിലെ 2 പോലീസുകാരുടെ അകമ്പടിയോടെയാണ് VU സെൻട്രൽ ജയിലിൽ നിന്ന് പ്രതിയെ കോടതിയിലേക്ക് കൊണ്ടുവന്നത്. കോടതി വരാന്തയിൽ വെച്ച് വിലങ്ങഴിച്ചയുടൻ ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. തൃശൂർ വെസ്റ്റ് പോലീസും ജയിൽ ജീവനക്കാരും ചേർന്നാണ് അന്വേഷണം നടത്തുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വൻതോതിൽ മയക്കുമരുന്ന് കടത്തുന്ന സംഘത്തിലെ കേരളത്തിലെ കണ്ണിയാണ് പെരേര. ജയിലിൽ കഴിയുമ്പോഴും മയക്കുമരുന്ന് വിതരണക്കാരുമായി ബന്ധപ്പെട്ടിരുന്നുവെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. അപകടത്തിൽ പരിക്കേറ്റ ചേറൂർ സ്വദേശി ചികിത്സയിലിരിക്കെ മരിച്ചു. ചാഴിക്കുളം വീട്ടിൽ 62 വയസ്സുള്ള അജയകുമാറാണ് മരിച്ചത്. ബുധനാഴ്ച ചെമ്പൂക്കാവിൽ കാറിടിച്ചാണ് സ്കൂട്ടർ യാത്രികനായ അജയകുമാറിന് പരിക്കേറ്റത്.
ഗുരുവായൂർ ഇരിങ്ങപ്പുറത്ത് ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന റിട്ടയേർഡ് ജഡ്ജിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇരിങ്ങപ്പുറം ശാന്തിമഠം വില്ലയിൽ 75 വയസ്സുള്ള ഷാജിയാണ് മരിച്ചത്. മൃതദേഹത്തിന് 3 ദിവസം പഴക്കമുള്ളതായി പോലീസ് പറഞ്ഞു. ബുധനാഴ്ച രാത്രിയാണ് മൃതദേഹം കണ്ടെത്തിയത്. 1.5 വർഷത്തോളമായി വില്ലയിൽ ഇദ്ദേഹം തനിച്ചാണ് താമസം. 2 ദിവസമായി കാണാത്തതിനെ തുടർന്ന് സുഹൃത്ത് വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് പോലീസിന് വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് ഗുരുവായൂർ പോലീസ് സ്ഥലത്തെത്തി വാതിൽ തുറന്നു നോക്കിയപ്പോഴാണ് ശുചിമുറിയിൽ അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. സിനിമയിൽ അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് ആമ്പല്ലൂർ സ്വദേശിയിൽ നിന്നും 15.5 ലക്ഷം രൂപ തട്ടിയെടുത്ത പ്രതിയെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം വണ്ടൂർ സ്വദേശി പന്തലംകുന്നിൽ വീട്ടിൽ നിയാസാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് കേസിനാസ്പദമായ സംഭവം. പണം തട്ടിയെടുത്ത ശേഷം മുങ്ങിയ പ്രതിയെ മലപ്പുറം അങ്ങാടിപ്പുറത്തുനിന്നുമാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. സിനിമാ മേഖലയിലെ പ്രമുഖ സംവിധായകരുടെ കൂടെയുള്ള ഫോട്ടോ കാണിച്ച് വിശ്വസിപ്പിച്ചാണ് പ്രതി യുവാവിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയത്. പെട്രോൾ പമ്പിലെ ജീവനക്കാരനായ യുവാവ് വീട് പണിയാൻ നീക്കിവെച്ച പണവും സ്വർണം വിറ്റ പണവുമാണ് നൽകിയത്. പ്രതി സമാന രീതിയിൽ നിരവധി പേരിൽ നിന്ന് പണം തട്ടിയതായി പോലീസ് പറഞ്ഞു. ഗുരുവായൂർ തിരുവെങ്കിടം അടിപ്പാത നിർമ്മാണത്തിന് റെയിൽവേയുടെ മുഴുവൻ അനുമതികളും ലഭിച്ചതായി കേരയിൽ ഉദ്യോഗസ്ഥർ അറിയിച്ചു. റെയിൽവേ മേൽപ്പാലത്തിന്റെയും തിരുവെങ്കിടം അടിപ്പാതയുടെയും നിർമ്മാണം അവലോകനം ചെയ്യാൻ NK അക്ബർ MLA വിളിച്ചു ചേർത്ത യോഗത്തിലാണ് കേരയിൽ ഇക്കാര്യം അറിയിച്ചത്. 5.67 കോടിയുടെ പുതിയ എസ്റ്റിമേറ്റ് റെയിൽവേ അംഗീകരിച്ചു. എന്നാൽ അപ്രോച്ച് റോഡിന് ദേവസ്വം സ്ഥലം വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നടക്കുന്ന കേസിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. റെയിൽവേ മേൽപ്പാലത്തിന് സമീപമുള്ള വെള്ളക്കെട്ട് പരിഹരിക്കാൻ കാന പണിയും. ഈ കാന നഗരസഭയുടെ അമൃത് കാനയുമായി ബന്ധിപ്പിക്കും. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, സെക്രട്ടറി H അഭിലാഷ് കുമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. 11 വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ മധ്യവയസ്കനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോർക്കുളം മങ്ങാട് സ്വദേശി ചൂണ്ടയിൽ വീട്ടിൽ സന്തോഷ് എന്ന പട്ടിക്കാടൻ സന്തോഷിനെയാണ് കുന്നംകുളം SHO UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കുട്ടിയെ ബലം പ്രയോഗിച്ച് ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോയി ക്രൂരമായി ലൈംഗിക പീഡനത്തിനിരയാക്കിയെന്ന പരാതിയിലാണ് അറസ്റ്റ്. സംഭവശേഷം ഒളിവിൽ കഴിഞ്ഞു വരുന്നതിനിടെയാണ് പ്രതി പോലീസിന്റെ പിടിയിലായത്. തൃശൂർ മാടക്കത്രയിൽ നിന്നും 1 ലിറ്റർ ചാരായവും 600 ലിറ്റർ വാഷുമായി ഒരാൾ എക്സൈസിന്റെ പിടിയിൽ. ഊരഞ്ചേരി ചെറുമടത്തിൽ വീട്ടിൽ റിജു ജെയിംസ് ആണ് ജില്ലാ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിന്റെ പിടിയിലായത്. ഇയാളുടെ വീടിനോട് ചേർന്ന പറമ്പിൽ പ്രത്യേകം തയ്യാറാക്കിയ ഷെഡിലാണ് വാറ്റ് നടത്തിയിരുന്നത്. കേന്ദ്രത്തിൽ നിന്ന് വാറ്റുപകരണങ്ങൾ പിടിച്ചെടുത്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ KS ഗിരീഷ്, KK വത്സൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർമാരായ KV ഷാജി, VS സുരേഷ് കുമാർ, AT ഷാജു, വനിതാ ഓഫീസർ ചിഞ്ചു, സംഗീത് എന്നിവരടങ്ങിയ സംഘമാണ് വാറ്റ് പിടികൂടിയത്. പെരിങ്ങൽകുത്ത് ഡാമിലെ ജലനിരപ്പ് ഉയർന്നു തന്നെ. സംഭരണശേഷിയുടെ 91.45% ഇപ്പോൾ ഡാമിലെ ജലനിരപ്പ്. പെരിങ്ങൽകുത്ത് ഡാമിൽ റെഡ് അലർട്ട് തുടരുകയാണ്. ഇതേസമയം പീച്ചി ഡാമിൽ സംഭരണശേഷിയുടെ 70% വെള്ളമാണുള്ളത്. പീച്ചി ഡാമിൽ യെല്ലോ അലർട്ടാണ്. വാഴാനി ഡാമിൽ സംഭരണശേഷിയുടെ 91%, ചിമ്മിനി ഡാമിൽ സംഭരണശേഷിയുടെ 57%വുമാണ് നിലവിൽ വെള്ളമുള്ളത്. വാഴാനി ഡാം വെള്ളിയാഴ്ച രാവിലെ 11-ന് തുറക്കും. 4 ഷട്ടറുകൾ 5 സെന്റിമീറ്റർ വീതമാകും തുറക്കുക. വടക്കാഞ്ചേരി പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പുലർത്തണമെന്ന് ഇറിഗേഷൻ അധികൃതർ മുന്നറിയിപ്പ് നൽകി. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഡാമിലെ വെള്ളത്തിന്റെ അളവ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഡാം തുറക്കുന്നത്. നിലവിൽ 60.48 മീറ്ററാണ് റിസർവോയറിലെ ജലനിരപ്പ്. ഇത് ഡാമിന്റെ പരമാവധി സംഭരണശേഷിയേക്കാൾ 2 മീറ്റർ മാത്രം കുറവാണ്. കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ AG's ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. 2 കേന്ദ്രമന്ത്രിമാർ ഉള്ളപ്പോഴും കേന്ദ്രം കേരളത്തെ അപ്പാടെ അവഗണിക്കുകയാണെന്ന് മുസ്ലിം ലീഗ് ആരോപിച്ചു. സംസ്ഥാന സർക്കാർ ആവശ്യമായ സ്ഥലം ഏറ്റെടുത്ത് നൽകിയില്ലെന്നാണ് എയിംസിന്റെ കാര്യത്തിൽ സുരേഷ് ഗോപി പറയുന്നത്. കോഴിക്കോട് ജില്ലയിൽ 150 ഏക്കർ സ്ഥലം സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം 150 ഏക്കറിൽ താഴെ സ്ഥലത്താണ് എയിംസ് സ്ഥാപിച്ചതെന്ന് ഉദ്ഘാടനം ചെയ്ത മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് PH റഷീദ് പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി PM അമീർ, PK ഷാഹുൽ ഹമീദ്, KA റഷീദ്, RV അബ്ദുൾ റഹീം, PJ ജഫീഖ് എന്നിവർ സംസാരിച്ചു.
തൃശൂർ ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സ്പിൽ ഓവർ പദ്ധതികളിൽ ഇന്നുവരെ സർക്കാരിൽ നിന്ന് ലഭിക്കാനുള്ളത് 382 കോടി രൂപ. ഈ തുക എന്ന് ലഭിക്കുമെന്ന് വ്യക്തമാക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവും DCC വൈസ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ആവശ്യപ്പെട്ടു. DPC യോഗം കഴിഞ്ഞ വർഷത്തെ സ്പിൽ ഓവർ പദ്ധതികൾക്ക് അംഗീകാരം കൊടുത്തു കഴിയുമ്പോൾ തുക 400 കോടി കടക്കുമെന്ന് ജോസഫ് ടാജറ്റ് പറഞ്ഞു. സമയത്ത് ഫണ്ട് അനുവദിക്കാത്തതിലൂടെയും അനാവശ്യ ട്രഷറി നിയന്ത്രണത്തിലൂടെയും കോടികളുടെ വികസന പദ്ധതികളാണ് ഈ വർഷം ജില്ലയ്ക്ക് നഷ്ടമായത്. കഴിഞ്ഞ വർഷത്തെ അവസാന ഗഡു അനുവദിച്ചത് മാർച്ച് 23-നാണ്. വികസന ഫണ്ടിന്റെ അവസാന ഗഡു ഒരാഴ്ച മുമ്പ് അനുവദിച്ചിരുന്നെങ്കിൽ നഷ്ടത്തിന്റെ അളവ് കുറയ്ക്കാമായിരുന്നു. മുൻവർഷങ്ങളിൽ സ്പിൽ ഓവർ പദ്ധതിയുടെ തുക കൂട്ടിച്ചേർത്താൽ ഈ വർഷം കാര്യമായ വികസന പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കുകയില്ല. സമാനമായ അവസ്ഥയാണ് തൃശൂർ കോർപ്പറേഷനിലും. കഴിഞ്ഞ വർഷത്തെ പദ്ധതി തുകയായ 77.26 കോടി രൂപയിൽ കേവലം 45.53% മാത്രമാണ് ചിലവഴിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ വാർഷിക തുകയായ 80 കോടി രൂപയിൽ 30 കോടി രൂപയോളം സ്പിൽ ഓവർ പദ്ധതികൾക്ക് മാറ്റിവെക്കേണ്ടി വരും. ഇതേ രീതിയിലാണ് ജില്ലയിലെ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും നഷ്ടം നേരിടേണ്ടി വരികയെന്ന് ജോസഫ് ടാജറ്റ് പറഞ്ഞു. സർക്കാരിന്റെ സാമ്പത്തിക ക്രമക്കേട് കൊണ്ട് മാത്രമാണ് ജില്ലയ്ക്ക് ഈ അവസ്ഥയുണ്ടായത്. സർക്കാർ അധികാര വികേന്ദ്രീകരണത്തിന് പകരം അധികാര കേന്ദ്രീകരണം നടത്തുകയാണ്. താഴെത്തട്ടിൽ വികസനം എത്തിക്കുകയെന്ന ലക്ഷ്യം സർക്കാർ അട്ടിമറിക്കുകയാണ്. സർക്കാരിന്റെ സാമ്പത്തിക ക്രമക്കേടും ധൂർത്തും കാരണമാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ വികസന ലക്ഷ്യം അട്ടിമറിക്കപ്പെടുന്നതെന്ന് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. TCV തൃശൂർ. മതിലകം പുതിയ കാവിൽ നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് ഇടിച്ചു കയറി ഒരാൾക്ക് പരിക്കേറ്റു. പെരിഞ്ഞനം ഭാഗത്തുനിന്ന് വന്നിരുന്ന കാർ നിയന്ത്രണം വിട്ട് പുതിയകാവ് വളവിലെ കടയിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. കാറിലുണ്ടായിരുന്ന എമ്മാട് സ്വദേശി കിള്ളിക്കുളങ്ങര വിഷ്ണുവിന് പരിക്കേറ്റു. പുതിയകാവ് വളവിലെ MKS സ്റ്റോഴ്സിനും തൊട്ടടുത്ത ഹോട്ടലിനും വൈദ്യുതി പോസ്റ്റിനും കേടുപാടുകൾ സംഭവിച്ചു. കുന്നംകുളം ഗുരുവായൂർ സംസ്ഥാന പാതയിൽ ചാട്ടുകുളത്ത് മത്സ്യലോറി മറിഞ്ഞു. തുറക്കുളം മാർക്കറ്റിൽ മത്സ്യമെത്തിച്ച് തിരികെ വാടാനപ്പള്ളിയിലേക്ക് പോകുന്ന ലോറിയാണ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. ലോറിയിലുണ്ടായിരുന്ന 3 പേരിൽ 2 പേർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഡ്രൈവർക്ക് നിസ്സാര പരിക്കേറ്റു. മറിഞ്ഞ ലോറി പിന്നീട് ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത കായികാധ്യാപക സംഘടന DDE ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. കായികാധ്യാപക സംരക്ഷണ ഉത്തരവുകൾ പുനഃസ്ഥാപിക്കുക, ആരോഗ്യ കായിക വിദ്യാഭ്യാസം നിർബന്ധ പാഠ്യവിഷയമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. ഡോക്ടർ AN ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. കൺവീനർ VJ ജോൺ അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി സുനിൽ ലാലു, PS സന്തോഷ്, ജലാൽ താപ്പി, CV സ്വപ്ന തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തെ പൂർണ്ണമായും അവഗണിക്കുകയും ജനദ്രോഹ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നതുമായ കേന്ദ്ര സർക്കാർ ബജറ്റിൽ പ്രതിഷേധിച്ച് CPM കൊടുങ്ങല്ലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. ചന്തപുരയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി സിവിൽ സ്റ്റേഷന് മുൻപിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CPM കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി KR ജൈത്രൻ ഉദ്ഘാടനം ചെയ്തു. TP പ്രഭേഷ് അധ്യക്ഷത വഹിച്ചു. ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6350 രൂപ, പവന് 50,800 രൂപ. വെള്ളി ഗ്രാമിന് 89 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3472 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ശക്തമായ മഴയിലും മിന്നൽ ചുഴലിയിലും ജില്ലയിൽ വ്യാപകമായ നാശനഷ്ടം. മഴ കനക്കുമ്പോൾ ഉരുൾപൊട്ടൽ ഭീതിയിൽ മലയോര മേഖല. നിപ ഭീതിയിൽ പ്രതിസന്ധി നേരിട്ട് പഴം വിപണി. വിൽപ്പന കുത്തനെ ഇടിഞ്ഞു. പഴങ്ങളും പച്ചക്കറികളും കഴുകി ഉപയോഗിക്കണമെന്ന് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. തൃശൂർ MG റോഡ് വികസനം കടലാസിൽ ഒതുങ്ങുന്നു. റോഡ് വികസനം നടപ്പാക്കാതെ അധികാരികളുടെ ഒളിച്ചുകളി. തൃശൂരിൽ ആഭരണ നിർമ്മാണ തൊഴിലാളികളെ ആക്രമിച്ച് 40 ലക്ഷം രൂപയുടെ സ്വർണം കവർന്ന പ്രതികൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പ്രതികൾക്കായി സംസ്ഥാനത്ത് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു. കേരള സാഹിത്യ അക്കാദമിയുടെ 2023 പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. MR രാഘവ വാര്യർക്കും CL ജോസിനും അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.